ദൈവമാണ് പരസ്പരം അടിക്കുന്നത് അറിയാതെ. ഇപ്പോൾ ഇരുട്ടാണ്, ഒന്നായിട്ട് ഇരുട്ടാണെങ്കിൽ നമ്മുടെ കുറേ ശത്രുക്കൾ വന്നു. നമ്മുടെ കുടുംബങ്ങളും മക്കളും ഉണ്ട് ശത്രുക്കൾ വന്നു. നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് തല്ലുകൂടിയാൽ നമ്മൾ ആര് തല്ലുക? മക്കളെ തന്നെ തല്ലും, രക്ഷിതാക്കളെ തന്നെ തല്ലും. ഇരുട്ടല്ലേ, തിരിച്ചറിയില്ല. എന്ന പോലെ നിങ്ങൾ പരസ്പരം തച്ചി മരിക്കുകയാണ് ദൈവം. അതുകൊണ്ട് നിങ്ങൾക്കൊരു വെളിച്ചം, തിരിച്ചറിവ് ആവശ്യമാണ്. നമ്മളെല്ലാവരും ആ പ്രപഞ്ച യാഥാർത്ഥ്യമാണ്, ദൈവമാണ്, ഈശ്വരനാണ്, അള്ളാഹു ആണെന്ന് യഥാർത്ഥം തിരിച്ചറിഞ്ഞ് പരസ്പരം ചേർത്ത് പിടിക്കാൻ കഴിയണം. ഈ നാശത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കണം. അതിന് എപ്പോഴും ഒരു നേതാവ് വേണം, മുഹമ്മദ് വേണം, അള്ളാഹു വേണം. ഋഷീശ്വരന്മാരും ബോധോദയം സിദ്ധിച്ച് ദൈവസാക്ഷാത്കാരം പ്രാപിച്ചവൻ എന്നും ഉണ്ട്. അവനുണ്ടായേ പറ്റൂ, അവൻ വേണം. ഇതുപോലെ നിങ്ങൾക്ക് യാഥാർത്ഥ്യം, നിങ്ങൾ ദൈവമാണ്, നിങ്ങൾ ഓരോരുത്തരും ആ പരമാത്മാവായ ഈശ്വരനാണ്, അള്ളാഹുവാണ്, ദൈവമാണ് എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി നിങ്ങളെല്ലാവരും മനുഷ്യൻ എന്ന തലത്തിൽ നിന്ന് ദൈവിക തലത്തിലേക്ക് കൊണ്ടെത്തിച്ച് ദൈവികമാക്കി സന്തോഷാന്തകരമായ ഉല്ലാസ ജീവിതം നൽകണം നിങ്ങൾക്കെല്ലാം. അതിന് ദൈവം ഉണ്ടായേ പറ്റൂ, ദൈവം ദൃശ്യമായി വന്നേ പറ്റൂ. ഇതുപോലെ ആ അള്ളാഹു വെളിവായി വന്നേ പറ്റൂ. അള്ളാഹു മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ഇരുട്ടിലും അന്ധകാരത്തിലും നാശത്തിലും പോയേ പറ്റൂ. ആ നരകം മാത്രമേ ഉണ്ടാവൂ.